അപ്പൊ ഗൈസ് നമുക്കിന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ഇന്നലെ ലുലുവിൽ പോയപ്പോ കുറെ മാങ്ങ കിട്ടി കേട്ടോ. ഇത് പഴുത്ത മാങ്ങയാണ്, കണ്ണിമാങ്ങയാണോ എന്താ നാട്ടുമാങ്ങയാണോന്ന് എനിക്ക് അറിയില്ല. അത് ഇതിന്റെ പേരെന്തോ പേരാണ് കേട്ടോ അതിൽ എഴുതിയിരുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ, നല്ല പഴുത്ത മാങ്ങയാണ്, നല്ല മണമുണ്ട്. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. എനിക്കറിയില്ല, ഞാൻ ഇന്നലെ യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, ഉണ്ണിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിൽ കോവിലകത്തെ മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുപോലെ കേട്ടോ ഞാൻ ട്രൈ ചെയ്യുന്നത്. ഞാനൊരു 6 മാങ്ങ തൊലിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കാം. നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് 1 സ്പൂൺ നെയ്യ് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അന്ന് നല്ലപോലെ ഇളക്കിയിട്ട് ശർക്കര അങ്ങ് ആഡ് ചെയ്യാം. അപ്പൊ ശർക്കര പാനിയാണെങ്കിൽ അത്രയും നല്ല കേട്ടോ. ഞാൻ ശർക്കര പാനിയല്ല കേട്ടോ, ഞാൻ മടി കാരണം ശർക്കര കേട്ടോ ഇട്ടത്. അപ്പൊ അതൊന്ന് അലിഞ്ഞു വരും. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള 2-3 കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ശർക്കര കിടന്ന് അലിഞ്ഞ് നല്ലപോലെ ഒന്ന് വരണ്ട് വരട്ടെ. നമ്മൾ അടപ്പായസമൊക്കെ വെക്കത്തില്ലേ, അതുപോലെ കിടന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് വരണ്ട് ആ വെള്ളം ഫുള്ള് വറ്റി വരട്ടെ കേട്ടോ. അപ്പൊ ഇനിയിപ്പോ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ഇവിടെ അരപ്പ് തയ്യാറാക്കാം. ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ, മഞ്ഞപ്പൊടി, കുറച്ച് കട്ടത്തൈര്, കുറച്ച് മുളക് പൊടി മാത്രം ഇട്ടാൽ മതി കേട്ടോ, വേറെ ഒന്നും ഇടണ്ട. എന്നിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക. നല്ല ഒരു തരി ഒന്നും പാടില്ല കേട്ടോ, നല്ല മഷി പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അനന്ന് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ, ഞാൻ ഇതിലൊരു പച്ചമുളകും കൂടെ അരച്ചു കേട്ടോ. കാരണം എനിക്കിത് ഭയങ്കര മധുരമായിട്ട് തോന്നി കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ശർക്കരയുടെയൊക്കെ, പക്ഷെ എനിക്ക് കുറച്ച് എരി വേണം. മുളക് പൊടി ഇട്ടാൽ മഞ്ഞ കളർ കിട്ടത്തില്ല കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അതിന് കടുക് താളിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, കടുക് താളിക്കുമ്പോൾ നെയ്യിൽ തന്നെ കടുക് താളിക്കണം കേട്ടോ. അതിൽ കുറച്ച് കടുക്, കുറച്ച് ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില മാത്രം ഇട്ടാൽ മതി. നമ്മുടെ റെഡിയായിരിക്കുന്ന മാമ്പഴ പുളിശ്ശേരിയിലോട്ട് നമുക്ക് ഇതെടുത്ത് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിലുള്ള മാങ്ങയ്ക്കാണ് പ്രത്യേകിച്ച് ടേസ്റ്റ് കേട്ടോ. നമ്മൾ ഈ മാങ്ങ ഇങ്ങനെ എടുത്ത് കടിക്കുമ്പോൾ ഉപ്പും പുളിയും എരിയും എല്ലാം കൂടെ ആകുമ്പോൾ ഉണ്ടല്ലോ, ആ നാട്ടുമാങ്ങയുടെ ഒരു മണവും കൂടി ആകുമ്പോൾ ഉണ്ടല്ലോ, ഇത് പൊള്ളി സാധനം ഗൈസ്.